സൽസാൻ ഫാസിൽ 2ാം ക്ലാസ് പറകസുലോ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാഘോഷിക്കുന്ന ഈ സുന്ദരമായ സുദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് അതപതിച്ചൊരു സമൂഹത്തിലേക്കായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിച്ചം പകരാനായി കടന്നു വന്നത്. തൗഹീദിന്റെ അമരശബ്ദം പാരിലാകമുടുകിയതിന് സ്വന്തം നാടും വീടും വിട്ട് പോകേണ്ടി വന്ന പ്രവാചകനാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ പിടിക്കുക എന്നതാണ് നമുക്ക് മുമ്പിലെ വഴി. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയത്തെയും വിട്ടുവീഴ്ച ചെയ്യാനും മുത്തുനബി നമ്മെ പഠിപ്പിച്ചു. മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രമേൽ ഉന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. അവിടുത്തെ സ്വഭാവം ദർശിച്ചു നോക്കുമ്പോൾ ശത്രുക്കൾ പോലും ഉറ്റമിത്രങ്ങളാവുന്നു. അത്ഭുതമായിരുന്നു എന്ന് ദർശിക്കുവാൻ സാധിച്ചത്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോൾ അല്ലാഹുവിന്റെ ദീനമേറ്റെടുത്തതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മഹദിയാണ് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ. മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരത്തൂടെ നടന്നു പോകുമ്പോൾ പറയുകയാണ്, സ്വബ്റൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ. മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അത് കേട്ടുകൊണ്ട് തീജ്വാലയിൽ കിടന്നു പൊരിഞ്ഞ മഹദിയാണ് മഹദി സുമയ്യ റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റപ്പെട്ടപ്പോൾ ഇനി അകത്തിരിക്കാൻ പറ്റൂല എന്ന് കരുതി ഒരു പുലിക്കുട്ടിയെ പോലെ ചാടിറങ്ങിയ മഹദിയാണ് മഹദി ഉമ്മു ഉമാറ. قال رسول الله صلى الله عليه وسلم ما التفت يمينا ولا شمالا إلا وهناك أم عمارة. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുമാറയാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുമാറയാണ്. എന്റെ ശരീരത്തേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ മഹദിയാണ് ഉമ്മുമാറ. ഇബ്നു കുമ്മാൻ എന്ന ധിക്കാരി ഉമ്മുമാറയുടെ തോളത്തേക്ക് അങ്ങ് ആക്രമിച്ചപ്പോൾ പൊന്നുമോനോട് ഉമ്മുമാറയുടെ പൊന്നുമോനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ, ഉമ്മാനെ സഹായിക്ക് മോനെ. ആഴത്തിൽ മുറിവേറ്റി കിടക്കുന്ന ഉമ്മുമാറ പറയുകയാണ്, നഫ്സി ഫിദാക യാ റസൂലല്ലാഹ്, എനിക്കെന്റെ ശരീരത്തിൽ ബേജാറില്ല നബിയേ. മോനെ, നീ എന്നെ നോക്കണ്ട, എന്റെ പൊന്നാര ഹബീബിനെ നോക്ക് മോനെ. ഉമ്മാക്ക് പകരം റസൂലുള്ളാഹിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറഞ്ഞ ഉമ്മയാണ് ഉമ്മുമാർ. അവർ പാറിക്കളിക്കുന്ന പറുദീസയിൽ നമുക്ക് പോകണ്ടേ? അവിടെ എത്തണമെങ്കിൽ ഒന്നാമതായി അൽ ഈമാനു ബില്ലാഹ്, രണ്ടാമതായി മുഹബ്ബത്തു റസൂലുള്ളാഹ്, മൂന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളെല്ലാവരും നിലനിൽക്കുന്ന ആഖിറു സമാനിലാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഞാൻ നിങ്ങളോട് ഇസ്ലാമിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഒരിടത്തിരുന്ന്
ഹബീബിനെ കൽബിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് 10 സ്വലാത്തൊന്ന് ചൊല്ലി നോക്കൂ. എന്തൊരു ആഹ്ലാദമാണ്, എന്തൊരു സന്തോഷമാണ്, എന്തൊരു സമാധാനമാണ്. ഈ നഗരിൽ മുഴുങ്ങട്ടെ സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹുവെ ഖബർസ്ഥാനിൽ സന്തോഷം കൊള്ളുന്ന എല്ലാവർക്കും നീ മാഫിറത്തും മർഹത്തും നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.